ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഉത്രാടത്തിൻ്റെ പൂക്കളിടുന്നതും പിന്നെ കോലം അണിയിച്ചൊരുക്കുന്നതിൻ്റെയൊക്കെ ചടങ്ങുകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഇന്ന് വീഡിയോയിലിടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കളം കൊള്ളും, അവസാനം ആർപ്പ് വിളിക്കും, മാവേലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പുറകിലുള്ളൊരു ഐതിഹ്യം വരുന്നത്. എനിക്കെപ്പോഴും പൂക്കളിടാനുള്ള പണിയാണ് കേട്ടോ കിട്ടാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാവ് കൊണ്ട് കോലം വരയ്ക്കുക കാക്കേരിയപ്പനിൽ, അതൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ടപ്പിച്ചൻ്റെ പനി മാറി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കണ്ണൂർ പ്രാവശ്യം പോയിട്ടില്ല. അപ്പോൾ ഏകദേശം രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാട്ടോ എല്ലാവരും ഓണം കൈക്കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ 9 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തി എല്ലാം കാണിച്ചു തരാം. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാലോ. കണ്ണൂർ ഇങ്ങനെയല്ല എന്നുള്ളത് ചേട്ടൻ പറഞ്ഞു. അവരിങ്ങനെ ഓണം കൈക്കൊള്ളുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്, ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ബാക്കിയെല്ലാം ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ. അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ പൂക്കളം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സാധാരണ പൂത്തറ വയ്ക്കുന്നതിൻ്റെ ചുറ്റും വലിയൊരു കളാണ് വരയ്ക്കാറുള്ളത്. ഇപ്രാവശ്യം പൂത്തറയ്ക്ക് തൊട്ടടുത്തായിട്ട് ഞാൻ ചെറിയൊരു കളാണ് വരയ്ക്കുന്നത്. കാരണം ടപ്പിച്ചനൊക്കെ ഉള്ളത് കൊണ്ട് പൂക്കളമൊക്കെ വരച്ച് പൂക്കളൊക്കെ ഇട്ട് ഓണം കൊണ്ടുവരുമ്പോൾ ഒരു നേരമാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ വേഗം തന്നെ പൂക്കളത്തിൻ്റെ പരിപാടി തീർക്കാൻ വേണ്ടി ചെറിയൊരു കളാണ് വരച്ചത്. ഗണപതിയുടെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ള ചെറിയൊരു പൂക്കളായിരുന്നു കേട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. 3 കിറ്റ് പൂവായിരുന്നു വാങ്ങിയത്. ഇവിടെ ഒരു കിറ്റിന് 50 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കിറ്റ് ഞാൻ മാറ്റി വെച്ചു പൂത്തറയ്ക്ക് വേണ്ടിയിട്ട്. ബാക്കി 2 കിറ്റ് കൊണ്ട് വേണം നമുക്ക് കുഞ്ഞൊരു കള ഉണ്ടാക്കാനായിട്ട്. അമ്മനെ പോയി സഹായിച്ചേ. അയ്യോ, അവിടെ ഇരുന്നിട്ട് നോക്ക്. അവിടെ ഇരുന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത് നോക്കിയേ. അവിടെ ഇരുന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഗണപതിനെ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പഠിക്കുന്ന കാലവും അതുപോലെ തന്നെ തിരുവാതിരക്കളിയൊക്കെയായിരുന്നു ഓർമ്മ വന്നത്. തിരുവാതിരയ്ക്ക് ഞാൻ പാടാനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പാട്ടിൻ്റെ തുടക്കം തന്നെ ഗണപതിയിലായിരുന്നു. വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാട്ടോ ഓണത്തിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ശരിക്കും ഈ ഓണം എന്ന് പറയുന്നത് മഹാബലിയുടെ നല്ല ഭരണത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാട്ടോ നല്ല രീതിക്ക് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. ഓണത്തിന് സദ്യ മാത്രമല്ല കേട്ടോ, പുലിക്കളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, വടംവലി, അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാമാണ് ഓടി മറയുന്നത്. അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയാട്ടോ ഓണപ്പൂക്കൾ ഇടുന്നത്. അത്തം 10 പൊന്നോണം എന്നാണല്ലോ ചൊല്ല്. ഉത്രാട ദിവസം പിറ്റേ ദിവസം തിരുവോണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതിനെയാണ് കേട്ടോ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഓണം ആഘോഷിക്കാത്ത മലയാളികളൊക്കെ ചുരുക്കമായിരിക്കും അല്ലേ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ. 9 ദിവസം പൂക്കളിട്ടിട്ട് 10ാം ദിവസത്തേക്ക് ഓണത്തപ്പനെ, അതായത് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കാത്തിരുന്ന ദിവസമല്ലേ. പൂത്തറയിൽ തൃക്കാക്കരയപ്പനെ വെച്ചിട്ടാട്ടോ ഓണം ഞങ്ങൾ തുടങ്ങാറുള്ളത്. ഇവിടെ തൃക്കാക്കരയപ്പൻ എന്നും പറയും, കാക്കേരിയപ്പൻ എന്നും പറയും കേട്ടോ. ഓണം ആവാറാവുമ്പോൾ കാക്കേരിയപ്പൻ്റെ കളറൊക്കെ ഇത്തിരി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കാറുണ്ട്. ഞങ്ങളൊക്കെ സാധാരണ രാത്രിയാട്ടോ ഓണം കൊള്ളാറുള്ളത്, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പഠിക്കുന്ന കാലത്തൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്, അവരുടെയൊക്കെ ചില ആൾക്കാരുടെ വീടുകളിൽ വെളുപ്പിനാണ് കളം കൊള്ളാറുള്ളത്. നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാ? ഈ പൂപ്പി അമ്മക്ക് കൊടുത്തേ, ഇത് അമ്മക്ക് കൊടുക്ക്. അമ്മക്ക് കൊടുത്തിട്ട് അമ്മക്ക്. ടപ്പിച്ചൻ ആ പൂവ് വാങ്ങിയിട്ട് എൻ്റെ തലയിൽ വെച്ച് തന്നു കേട്ടോ. അവൻ കാണാറുള്ള മൈറ്റി ലിറ്റിൽ ഭീമിൽ, അതിൽ ഭീം ഇതുപോലെ അവൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു പൂവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ അതുപോലെ ചെയ്തതാണ്. ഞാൻ എല്ലാ പൂക്കളും കൂടി നുള്ളാൻ വേണ്ടി നിന്നില്ല കേട്ടോ. ഞാൻ കുറച്ചായിട്ട് ഓരോ ലെയറിലേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കേട്ടോ പൂവ് നുള്ളിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്തതെല്ലാം പൂത്തറയിലേക്ക് വെക്കാന്ന് കരുതി. അപ്പൊ അമ്മേനെ തലയിലാ പൂപ്പി. പിന്നെ തൃക്കാക്കരയപ്പനുള്ള പീഠം ഉണ്ട് അവിടെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുള്ളത്. പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഇരിപ്പിടം. അതിനായിട്ട് ഞങ്ങളിവിടെ മുട്ടിപ്പലകയാട്ടോ എടുക്കാറുള്ളത്. അതിൽ നാക്കില വെച്ച് അരിമാവ് കൊണ്ടണിഞ്ഞ് കാക്കേരിയപ്പനെ ഇരുത്തും. പണ്ടൊക്കെ ഇതല്ലാതെ പടിക്കലൊരു കാക്കേരിയപ്പനെ വെക്കാറുണ്ട്. അതിനെ പടിക്കലപ്പനെന്നും പറയും. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടിയെല്ലാം കുറച്ചായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അടുക്കളയിലേക്കൊന്ന് പോയിട്ട് നോക്കാം. അമ്മ മാവേലിക്കുള്ള പൂവട ഉണ്ടാക്കുക കേട്ടോ. അമ്മയുടെ നാട്ടിലൊക്കെ ഉപ്പില്ലാത്ത അടയാണ് മാവേലിക്ക് ചുടാറുള്ളത്.
നമ്മളുടെ ഇവിടെയൊക്കെ ഉപ്പോ മധുരോ എങ്ങനെയാച്ചാൽ ഇഷ്ടമുള്ള രീതിയിലാണ് ട്ടോ ഉണ്ടാക്കാറുള്ളത്. ഓരോ ഏരിയയിൽ ഓരോ തരത്തിൽ. എന്തായാലും മാവേലിക്ക് ഓണത്തിന് കുശാല് തന്നെ. മാവേലിക്ക് മാത്രമല്ല കേട്ടോ, കൂട്ടത്തിൽ ഞങ്ങൾക്കും അമ്മയുടെ വക ഓരോ അടയുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് കാക്കേരിയപ്പനിൽ പുള്ളി കുത്താനായിട്ട് ഇരുന്നു കേട്ടോ. പല പല ഡിസൈനിലാക്കാറുണ്ട്. ചിലപ്പോൾ വെണ്ടയ്ക്ക മുറിച്ചിട്ട് അതിൻ്റെ ഡിസൈനാക്കും, മാവിൻ്റെ കുഞ്ഞില വെച്ചിട്ടാക്കും, പലതരത്തിലുള്ള ഡിസൈൻ വരയ്ക്കും കേട്ടോ. പിന്നെ പെട്ടെന്ന് തീരണമെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വര വരച്ചിട്ട് നടുക്ക് കുറേ കുത്തുകൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യാറ്. ഓണക്കളത്തിലേക്കുള്ള പൂക്കളെല്ലാം എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അടിച്ചൊരു വൃത്തിയാക്കിട്ടോ. ഓണം കൊള്ളാനായിട്ട് അച്ഛനും ഡപ്പിയൊക്കെ കുളിച്ചിട്ട് വന്നു. പൂത്തറയിൽ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം തുമ്പക്കടയാട്ടോ. ഒരെണ്ണ കിട്ടുമെങ്കിൽ അതായാലും വെക്കണം കേട്ടോ. തുമ്പ ഇപ്പം എല്ലായിടത്തും കിട്ടാനൊന്നും ഇല്ലല്ലോ. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തുമ്പക്കടയിലും വെച്ചാൽ മതി. വീട്ടിലെ കാരണവരായിട്ടുള്ള ആളാട്ടോ ഓണം കൊള്ള. ഇവിടെ അച്ഛനാണ് ഓണം കൊള്ളാറുള്ളത്. മാവേലിക്ക് വീട്ടിലേക്ക് വരാനായിട്ട് മാവ് കൊണ്ട് നമ്മൾ വഴി അണിയാറുണ്ട് കേട്ടോ. മാവേലി നമുക്കായിട്ട് കൊണ്ടുവരുന്ന ഐശ്വര്യം നമ്മുടെ വീടിനകത്തേക്ക് കയറ്റാനുള്ള വഴിയാണ് നമ്മളാക്കുന്നത്. അതുപോലെ തന്നെ മാവ് കൊണ്ട് പണ്ടൊക്കെ മാവ് അണിയുന്ന സമയത്ത് നമ്മൾ അടുക്കള വരെ അണിയാറുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതൊക്കെ കളയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ നമ്മൾ പടിക്കൽ വരെ മാവ് അണിയാറുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓണം കൊള്ളുന്ന വീട്ടിൽ നിന്ന് തന്നെ ഓണം ഉണ്ണണം എന്നുള്ളൊരു ശാസ്ത്രമുണ്ട് കേട്ടോ. കിഴക്കോട്ടൊരു തിരി ഇട്ട് വെക്കാറുണ്ട്, തീക്കനൽ വെക്കാറുണ്ട്, അതുപോലെ തന്നെ ചന്ദനത്തിരി പൂജിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഓണത്തപ്പനെ സമർപ്പിക്കാറുണ്ട്. എല്ലാവരും പൂക്കളിടുന്നത് കണ്ടപ്പോൾ പിന്നെ ടപ്പി ഇടാൻ തുടങ്ങി. താഴെ വീഴുന്ന പൂവൊക്കെ വാരി വാരി അവൻ കളത്തിൽ കയറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓണക്കളൊക്കെ ഇടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നാളത്തെ സദ്യ ഓർത്തിട്ടാണ് കേട്ടോ. പായസവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളൂ. എല്ലാം കണ്ടിട്ട് ടപ്പി അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു കേട്ടോ. അവൻ ഇഷ്ടമായി എന്ന് തോന്നുന്നു. നമ്മളിവിടെ ഓണം കൊള്ളുമ്പോൾ നാളികേരവും ആയുധമൊക്കെ പൂജിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് വെട്ടിയിട്ട് കാക്കേരപ്പനെ സമർപ്പിക്കും. എന്നിട്ട് അതിൽ ഓരോന്നിലും തുമ്പപ്പൂ ഇടാറുണ്ട് കേട്ടോ. ആൺപൂവാണോ പെൺപൂവാണോ ആദ്യം കരയ്ക്കെടുക്കുന്നതെന്നൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മാവേലിക്ക് അട ഉണ്ടാക്കാറുണ്ടെന്ന്. ആ അട ഇതുപോലെ തന്നെ നേദിച്ച് ചടങ്ങുകൾ പൂർത്തിയാവുന്ന സമയമാവുമ്പോൾ മാവേലിയെ ആനയിക്കാനായിട്ട് നമ്മൾ ആർപ്പ് വിളിക്കും. അങ്ങനെയാണ് നമ്മുടെ ആഘോഷം ഇവിടെ ഓണം തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഓണം കൊള്ളൽ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തന്നെ കഴിഞ്ഞു. തിരുവോണം ഞങ്ങൾക്ക് ഓണം മാത്രമല്ല, സ്പെഷ്യലായിട്ട് അച്ഛൻ്റെ പിറന്നാളും കൂടിയാട്ടോ. അപ്പോൾ തിരുവോണത്തിന് എല്ലാവരും ഒത്തുകൂടും, അച്ഛൻ്റെ പിറന്നാൾ എല്ലാവരും കൂടെ ആഘോഷിക്കും, എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം. മാവേലി വന്നു കണ്ട, മാവേലി വന്ന് ടപ്പി വിളിച്ചേ. ആറാപ്പേ പോയി പോയി പോയി. അങ്ങനെ ഞങ്ങളുടെ ഓണം വിളി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാട്ടോ. മാവേലി തമ്പുരാൻ വന്നിട്ട് അദ്ദേഹം അടയൊക്കെ കഴിച്ച് കുശാലായിട്ട് വീട്ടിലേക്ക് തിരിച്ച് പൊക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഇവിടെ ഇതിൽ നോക്കിത്താ കൊടുക്ക്.